വിന്റർ ആണ് നമ്മൾ വെളിയിലൊക്കെ പോയി ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇനി ദുബായിലോ ഷാർജയിലോ പോയി ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പെർമിറ്റ് എടുത്തിരിക്കണം. മാത്രമല്ല 2000 തൊട്ട് 5000 ദിറംസ് വരെ ഡിപ്പോസിറ്റും കൊടുത്തിരിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഓവർ സ്റ്റേ ക്യാമ്പിങ്ങിനാണ്, അതായത് ലോങ് ടൈം നമ്മൾ പോയി ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുന്നതിനാണ് ഈ ഒരു റൂള് വന്നിരിക്കുന്നത്. അതല്ലാതെ നമ്മളിപ്പോ പോകുന്ന പോലെ നമ്മൾ എന്താ പറയണേ, ഇപ്പൊ ഇന്ന് വൈകിട്ട് പോയി ഷോർട്ട് ടൈംസിൽ ഒരു 1 ഡേ ഓവർനൈറ്റ് സ്റ്റേ ആണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നത്. റൈറ്റ്. ഈ ഒരു ലോങ് ഡ്യൂറേഷൻ ക്യാമ്പിംഗ് ആണെങ്കിലും പലരും വിചാരിക്കും ഇനി ഇതിപ്പോ സ്ഥാപനങ്ങൾക്ക് മാത്രം, അതായത് ഈ ടൂറിസ്റ്റ് ക്യാമ്പ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നവരാണ്, അവർക്ക് മാത്രമാണ്. അല്ല, ഇൻഡിവിജ്വൽസിനും ബാധകമാണ്. ദുബായിൽ ഇൻഡിവിജ്വൽസ് 30,000 ദിറംസ് വരെ പിഴയും, ഒരു സ്ഥാപനമാണെങ്കിൽ 1 മില്യൺ ദിറംസ് വരെ പിഴയും കിട്ടാൻ സാധ്യതയുണ്ട് ഈ പെർമിറ്റ് എടുത്തില്ലെങ്കിൽ. ശരി. അത് നമ്മുടെ ദുബായ് നൗ ആപ്പ് വഴിയിട്ടാണ് ഈ പെർമിറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ എടുക്കുന്നത്. നമ്മൾ അതിനകത്ത് എന്നിട്ട് എമിറേറ്റ്സ് ഐഡിയും നമ്മുടെ ഫാമിലി ബുക്കും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോങ് ടേം സ്റ്റേ ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർ പെർമിറ്റ് അവർ ഒരുക്കുന്നതാണ്. ഇത് ആക്ച്വലി പറയുന്നത് ഇപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഒരു വെക്കേഷൻ ലീവ് എടുത്ത് വന്നിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യുന്നവരാണ്. നമ്മളിപ്പോ ഒരു പക്ഷേ ജബൽ ജയ്സിലോ അല്ലെ ജബൽ അൽ ഹഫീദിലോ ഒക്കെ പോയിട്ട് സ്റ്റേ 1 നൈറ്റ് സ്റ്റേ ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ലോങ് ടേം ആണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഈവൻ പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി 5,000 ദിറംസ് ഫൈൻ വരും എന്നുള്ളൊരു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ നവംബർ മുതൽ അടുത്ത വർഷം ഏപ്രിൽ വരെയാണ് ഈ ഒരു പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഈ വിന്ററിന്റെ ഒരു വിന്റർ സീസണിൽ കാലഘട്ടമാണല്ലോ പറയുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. 1 നൈറ്റ് ആണെങ്കിൽ പോലും അവർ പറയുന്നത് നിങ്ങൾ റൂൾ ചെക്ക് ചെയ്യുക, റൂൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്ലഡിംഗ് വരാൻ സാധ്യതയുള്ള ഏരിയകളിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് ആൻഡ് അവിടുത്തെ ഫ്ലോറ ഫോണ അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന, അതിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും നമ്മൾ ചെയ്യരുത്. ലൗഡ് സൗണ്ട് ഉണ്ടാക്കരുത്. അത് വൈൽഡ് ലൈഫിനെ മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആവാം. തീർച്ചയായിട്ടും. പിന്നെ അപ്രൂവ്ഡ് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഈ എവിടെയൊക്കെയാണ് നമ്മുടെ വിചാരമൊക്കെ പലരും വിചാരിക്കുന്ന എവിടെ വേണമെങ്കിലും ഒരു ഡെസേർട്ട് ഉണ്ട്, ഞാൻ അവിടെ പോയി ക്യാമ്പ് ചെയ്യാന്ന്. പക്ഷെ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രമേ ക്യാമ്പിംഗ് അലൗഡ് ഉള്ളൂ. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഈ വിന്റർ സീസൺ. ബാക്കി വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഹോം 92.2 FM നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ അറിയിക്കുന്നതാണ്.